ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ളോഗ്. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് നമുക്ക് കുറേ അധികം ഡിഷസ് തയ്യാറാക്കാം. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് മസാല ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ ഒരു 10 ഇഡ്ഡലിയോളം ഉണ്ട്. ഇനി നമുക്കിത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തതിന് ശേഷം അത് മാറ്റി വെച്ച് അതേ പോട്ടിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുക. പച്ചമുളക് ഒരു 2 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി ഒരു 3-4 അല്ലി എടുത്താൽ മതി. ഇഞ്ചി ഒരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർക്കുക. ഞാനിവിടെ 2 സവാള ചെറുതായി കട്ട് ചെയ്താണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണക്കം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിലെ തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എരിവും ഉപ്പും ഒക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് ഇട്ടുകൊണ്ട് നല്ല സ്പൈസിയാണ് സംഭവം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ പകുതി വരെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഇഡ്ഡലി ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി ചേർത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എന്നാൽ മാത്രമേ മസാലയൊക്കെ ഇഡ്ഡലിയുടെ എല്ലാ ഭാഗത്തും പിടിക്കുള്ളൂ. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇഡ്ഡലി റോസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് ചേർക്കുമ്പോൾ ഇഡ്ഡലി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ആദ്യം തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ആ സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാം. ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റി ഇഡ്ഡലി ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറുതായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇഡ്ഡലി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള മസാല ഇഡ്ഡലി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി വന്ന ഇഡ്ഡലി ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ബായ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്